കർഷകരുടെ തീരുമാനങ്ങൾക്കു മുൻപിൽ ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ പെട്ടിരിക്കുകയാണ് ബി.ജെ.പി. ഇന്ന്. അതിനിടയിലാണ് കർഷകരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ രംഗത്ത് വന്നത്. നേതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഡൽഹിയിലേക്ക് പോകാൻ എല്ലാവർക്കും ജനാധിപത്യപരമായ അവകാശമുണ്ട്. എങ്കിലും കർഷകരുടെ രീതി സംശയാസ്പദമാണ്. പ്രതിഷേധക്കാർ എങ്ങനെയാണ് ഡൽഹി അതിർത്തി ഉപരോധിച്ചതെന്നും ഒരു വർഷം നീണ്ടുനിന്ന പ്രതിഷേധം കാരണം ജനങ്ങൾ എങ്ങനെ ബുദ്ധിമുട്ടിയെന്നും നേരത്തെ കണ്ടതാണ്. കർഷകർ JCBയും ട്രാക്ടറും ഒരു വർഷത്തേക്കുള്ള റേഷനും ഒക്കെയായി വന്ന് ഒരു സൈന്യത്തെ പോലെ ആക്രമിക്കാൻ വരികയാണ്. ട്രാക്ടർ ഒരു ഗതാഗത മാർഗമല്ല. പൊതുഗതാഗത സംവിധാനത്തിലൂടെ അവർക്ക് ഡൽഹിയിലേക്ക് പോകാം. ട്രെയിൻ, ബസ് എന്നിവയൊക്കെ തെരഞ്ഞെടുക്കാം. ട്രാക്ടർ കാർഷിക ഉപയോഗത്തിനുള്ളതാണ്. അവർ ചർച്ച നടത്താൻ തയ്യാറാവട്ടെ എന്നും ഖട്ടർ കർഷകരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. രാം മന്ദിർ ഉദ്ഘാടനത്തോടെ പ്രധാനമന്ത്രിയുടെ ഗ്രാഫ് ഉയർന്നെന്നും അത് താഴേക്ക് കൊണ്ടുവരണമെന്നുമുള്ള കർഷക നേതാവ് ജഗജിത് സിംഗ് ദല്ലേവാലിന്റെ പ്രതികരണം സമരത്തിന് പിന്നിലെ കൃത്യമായ രാഷ്ട്രീയ അജണ്ട വ്യക്തമാക്കുന്നതാണെന്നും ഖട്ടർ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയൊരു വലിയ സമരം നടന്നതുകൊണ്ട് മോദിയെ ജനങ്ങൾ പിന്തുണയ്ക്കാതിരിക്കുമോ? ചെങ്കോട്ടയിൽ കഴിഞ്ഞ തവണ സമരം നടന്നിട്ട് എന്ത് സംഭവിച്ചു? പ്രതിഷേധക്കാർ കാരണം സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നിലയ്ക്ക് തടസ്സമില്ലെന്ന് ഹരിയാന സർക്കാർ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം നരേന്ദ്രമോദിക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് കർഷക നേതാവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: രാമക്ഷേത്രം എന്ന ഹിന്ദുക്കളുടെ നൂറ്റാണ്ടുകളായുള്ള ആവശ്യം നടപ്പിലാക്കിയതിലൂടെ മോദി സർക്കാരിനുണ്ടായ ജനപ്രീതി കുറയ്ക്കുക എന്നതാണ് കർഷക സമരത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് തുറന്നു പറഞ്ഞ് കർഷക സമര നേതാവ് ജഗ്ജീത് സിംഗ് ദല്ലേവാൾ എത്തിയത് ശ്രദ്ധേയമായിരുന്നു. രാമക്ഷേത്രത്തിന് ശേഷം പ്രധാനമന്ത്രി മോദിയുടെ ഗ്രാഫ് വളരെ ഉയർന്നതാണ്. വളരെ കുറച്ച് സമയമേ ഇനി നമുക്ക് ബാക്കിയുള്ളൂ. നമുക്ക് അദ്ദേഹത്തിന്റെ ഗ്രാഫ് താഴ്ത്തേണ്ടതുണ്ടെന്ന് നേതാവ് തുറന്നടിച്ചിരുന്നു. കർഷക നേതാവിന്റെ ഈ ആരോപണം BJPക്ക് വലിയൊരു പൊള്ളൽ തന്നെയായിരുന്നു. ഒരു വർഷം നീണ്ടുനിന്ന കർഷക സമരം അവസാനിപ്പിക്കുമ്പോൾ സർക്കാർ അവർക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കർഷകർ ഇപ്പോൾ വീണ്ടും തെരുവിലിറങ്ങിയത്. സർക്കാർ വാക്ക് പാലിക്കാതിരുന്നാൽ അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കില്ലേ എന്നാണ് ശംഭു അതിർത്തിയിൽ ഇതൊക്കെ കണ്ടു നിൽക്കുന്നവർ ചോദിക്കുന്നത്. 2021 ഡിസംബർ 11 കർഷക സമരം അവസാനിപ്പിച്ച് ഡൽഹിയുടെ അതിർത്തികളിൽ നിന്ന് അന്ന് കർഷകർ മടങ്ങിയതാണ്. കേന്ദ്രം പാസാക്കിയ കാർഷിക നിയമം പിൻവലിക്കുമെന്നതിനൊപ്പം സർക്കാർ നൽകിയ ഉറപ്പായിരുന്നു താങ്ങുവില ഉറപ്പാക്കുന്ന നിയമം നടപ്പിലാക്കുമെന്നത്. ഏകദേശം 2 വർഷത്തിലധികം കർഷക സംഘടനകൾ കാത്തിരുന്നു. സർക്കാരുമായി 5ലധികം ചർച്ചകൾ നടത്തി. ഒരു ചർച്ചയിലും സമവായത്തിലെത്താൻ സാധിക്കാതെ വന്നപ്പോഴാണ് അവർ വീണ്ടും തിരിച്ചു വന്നത്. വാക്ക് തന്ന സർക്കാർ അത് പാലിച്ചില്ലെങ്കിൽ ഇതിൽ പരം ബഹുമാനപൂർവമായി ഒരു ജനാധിപത്യ രാജ്യത്തിന് എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്? അതേസമയം കർഷക സംഘടനകളും കേന്ദ്രമന്ത്രിമാരും തമ്മിൽ നടത്തിയ ചർച്ച വീണ്ടും പരാജയപ്പെട്ടിരിക്കുകയാണ്. 3ാമത്തെ ചർച്ചയിലും കാര്യമായ പുരോഗതിയുണ്ടായില്ല. താങ്ങുവില ഉറപ്പാക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യത്തിൽ കർഷകർ ഉറച്ചു നിന്നതോടെയാണ് ചർച്ച വഴിമുട്ടിയത്. ഞായറാഴ്ച വീണ്ടും ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരും 14 കർഷക സംഘടനാ നേതാക്കളും തമ്മിൽ നടന്ന ചർച്ച 5 മണിക്കൂറിന് ശേഷമാണ് അവസാനിച്ചത്. അടുത്ത യോഗം ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് ചേരുമെന്നാണ് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട പറഞ്ഞത്. വിഷയത്തിൽ സമാധാനപരമായി പരിഹാരം കാണുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്.